എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ അയർലൻഡിനെ തകർത്തെറിഞ്ഞ് ടീം ഇന്ത്യ. നസാവു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടത്തിൽ 8 വിക്കറ്റിനായിരുന്നു 46 പന്തുകൾ ശേഷിക്കെ 8 വിക്കറ്റിനായിരുന്നു ടീം ഇന്ത്യയുടെ ആധികാരിക വിജയം. ശരിക്കും ഒരു പിടിയുമില്ലാത്ത പിച്ചിൽ ടോസ് കിട്ടിയപ്പോൾ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബൗൾ ചെയ്യാനുള്ള തീരുമാനമായിരുന്നു ആദ്യം എടുത്തത്. ശരിക്കും അത് അയർലൻഡിനെ സംബന്ധിച്ച് തങ്ങളുടെ തലയ്ക്കുമേൽ വന്ന ഏറ്റവും വലിയൊരു പണി തന്നെയായിരുന്നു. കാരണം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ റൺ കണ്ടെത്താൻ വിഷമിക്കുന്ന അയർലൻഡിൻ്റെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരായിട്ടുള്ള പോൾ സ്റ്റെർലിങ്ങും ആൻഡ്രൂ ബാൽബറിനെയും പലതവണ റൺ കണ്ടെത്താൻ വിഷമിക്കുന്ന ഇന്നലെ പവർ പ്ലേയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ 16 ഓവറിൽ 96 റൺസിന് അയർലൻഡ് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ 12.2 ഓവർ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയിച്ച് കയറിയിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദ മാച്ച് ജസ്പ്രീത് ബുംറയാണ്. 3 ഓവറിൽ 6 റൺസ് മാത്രമാണെങ്കിൽ 2 വിക്കറ്റാണ് ബുംറ ഇന്നലെ നേടിയത്. മലയാളി താരം സഞ്ജു സാംസൺ എന്ന 11-ൽ സ്ഥാനം കിട്ടിയിരുന്നില്ല. ഒരു വൻ മാറ്റങ്ങളോടെ തന്നെയായിരുന്നു ഇന്നലെ രാഹുൽ ദ്രാവിഡ് ഇന്നലെ ടീം ഇന്ത്യ കളത്തിലിറങ്ങിയത്. അങ്ങനെ 4 സ്പെഷ്യലിസ്റ്റ് ഓൾറൗണ്ടേഴ്സിനും കൊണ്ടായിരുന്നു ഇന്നലെ ഇന്ത്യ അയർലൻഡിനെ നേരിടാൻ ഇറങ്ങിയത്. ഒപ്പം സ്ലോ പിച്ചിൽ 2 സ്പിൻ ഓൾറൗണ്ടേഴ്സിനെ മാത്രം അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയുമായിരുന്നു ഇന്നലെ ദ്രാവിഡ് കളത്തിലിറക്കിയത്. അങ്ങനെ വൻ മാറ്റങ്ങളോടെ ഇറങ്ങിയ ടീം ഇന്ത്യയാണ് ഒരു ത്രില്ലിംഗ് വിജയം തന്നെ അയർലൻഡിനെതിരെ നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ സ്കോർ കാർഡിലേക്ക് നമുക്ക് ഇന്നലെ വിരാട് കോഹ്ലി ഇന്നലെ ഇന്ത്യൻ നിരയിലുണ്ടായിരുന്നു. കോഹ്ലി രോഹിത് ശർമ്മയായിരുന്നു ഇന്നലെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തിയത്. അയർലൻഡിൻ്റെ സ്കോർ കാർഡിലേക്ക് വരുവാണെങ്കിൽ ഗാരറ്റ് ഇലാനി 26, ജോഷുവ ലിറ്റിൽ 14, കുർട്ടിസ് ക്യാംഫർ 12 റൺസ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 27 റൺസ് തുടങ്ങി 3 വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ, ഹർഷ്ദീപ് സിംഗ് എന്നിവർ 2 വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മ 37 പന്തിൽ 52 റൺസ് എടുത്ത് അദ്ദേഹം റിട്ടേർഡ് ഹർട്ടായിട്ടായിരുന്നു കളത്തിൽ നിന്ന് മടങ്ങിയത്. ഒപ്പം ഋഷഭ് പന്ത് 26 പന്തിൽ 36 റൺസ് നേടി പുറത്താകാൻ നിന്നിട്ടുണ്ടായിരുന്നു. അയർലൻഡിന് വേണ്ടി ബെഞ്ചമിൻ വൈറ്റും മാർക്ക് ആഡർ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടിയിട്ടുണ്ട്. വിരാട് കോഹ്ലി ഇന്നലെ അദ്ദേഹം T20 വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടത്തിൽ ഇറങ്ങിയിട്ട് സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം കളിച്ചിരുന്നില്ല. സോ T20 വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടത്തിൽ ഇന്നലെ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തിയ വിരാട് കോഹ്ലി 5 പന്ത് നേരിട്ടപ്പോൾ 1 റൺസ് എടുത്താണ് പുറത്തായത്. മാർക്ക് അഡയറിൻ്റെ പന്തിൽ ബെഞ്ചമിൻ വൈറ്റിന് ക്യാച്ച് നൽകിയായിരുന്നു വിരാട് കോഹ്ലി T20 വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടത്തിൽ പുറത്തായത്. സോ അങ്ങനെ ത്രില്ലിംഗ് വിജയത്തോടു കൂടി T20 വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടം ത്രില്ലിംഗ് തന്നെ ആക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇനി അടുത്ത പോരാട്ടം നോക്കുകയാണെങ്കിൽ ക്ലാസിക് പോരാട്ടം റൈവലറി മാച്ചാണ് ജൂൺ 9 സൂപ്പർ സൺഡേ ക്ലാഷിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.